അത് എന്തിനാ ചെന്നെങ്കിൽ അവന്റെ പെഞ്ഞായിരൊട്ട നീ ആറ് കോൺട്രാക്ട് കോതീറ ആരെ പെഞ്ഞായിരൊട്ട അർത്ഥമില്ലേ? നിന്റെ ചങ്ങായി പെഞ്ഞായി ചങ്ങായി ചില ആൾക്ക് അങ്ങനെ നിന്റെ ചങ്ങായിരെ പെഞ്ഞായി ബാബി ബാബി ഞാൻ ഫോണ് മേടിക്കില്ലാട്ടോ അതെന്റെ പണ്ടേ എന്റെ ചങ്ങായി ഉസ്താദ് അവനക്ക് പെണ്ണെല്ലാം നോക്കിയിട്ട് ഞാൻ ഒറ്റയ്ക്ക് നാണേ പോയിട്ട് നോക്കി അത് തീരെ അത് അപകടം ഞാൻ നിങ്ങളെ ഒരു പക്ക രായത്തെ പേരെല്ലാം ലൈവ് ഉണ്ടല്ലേ ഒരു പക്കത്തിൽ നടന്ന വിഷയം വലിയ ഫ്രണ്ട്ഷിപ്പിലെല്ലാം ഇത്തു ഒരു നാളോണ് ബാംഗ്ലൂരെ പറമ്പത്തുക്ക് ഓണുള്ള ഒത്തു പുറത്തെ ഗാലാട്ട റംബർ വിട്ട തലാക്ക് മുട്ടായിട്ട് നല്ല മുട്ട വന്നിട്ട് പഞ്ചനി ഇത് ഫ്രണ്ട്ഷിപ്പ്. അത് ബഹുമാനപ്പെട്ട സയ്യിദിന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ചെന്ന ഫലക്കായിട്ട് നീ ജാഗ്രത നിന്റെ ഫ്രണ്ട്ഷിപ്പിന്റെ ഭാഗത്തിൽ നിന്റെ അവന്റെ പെഞ്ഞായിരൊട്ടം കൊണ്ടേ അവന്റെ പെഞ്ഞായി നീ ഡ്രസ് എടുത്ത് കൊടുക്കണേ അവന്റെ പെഞ്ഞായി നീ വിരുന്നാക്കണേ അവന്റെ പെഞ്ഞായിട്ട് നീ കാരണം നിന്റെ ചങ്ങായിടെ സന്തോഷിപ്പിക്കുക അവന്റെ പെഞ്ഞായിട്ട് നീ അവത്താക്കണത് അത് ഒരു നിൽക്കലും പാടില്ല ഹറാമായിട്ടിക്കിട്. പിന്നെ മൂന്നാമത്തെ വിഷയം കട കേക്കിടത് ഒന്നും കുറഞ്ഞ ചങ്ങായി പാടിയെന്നെങ്കിൽ കട കേക്കിടത് കുറഞ്ഞ കട കേട്ടിട്ടാകുമ്പോ അവിടെ മുണത് അവിടെ ചങ്ങായി പാട് പൊട്ടി വിഷയം ഒക്കെ അല്ലേ? വിഷയ ഇത് യഥാർത്ഥല്ലേ? അല്ലാഹു തആല ഞങ്ങളെല്ലാരെയും സാലിഹീങ്ങളെ കൂട്ടത്തിൽ പെടുത്തി തരുമാറാകട്ടെ. അപ്പൊ ഞങ്ങളെ ഉത്തരവാദിത്തം ഞങ്ങൾക്ക് എന്തൊരു ഉത്തരവാദിത്തമുണ്ടോ? കുല്ലുക്കും റായി വകുല്ലുക്കും മസ്ഊലുൻ അൻ റഹിയതി. മനുഷ്യന്മാർക്കുള്ള ഓരോരോ ഉത്തരവാദിത്തം. ആ ഉത്തരവാദിത്തം നിന്റെ ബാധ്യതയായിട്ടിക്കട് എന്നുള്ള ഒരു ബോധം എല്ലാവർക്കും വേണം. അത് പ്രസിഡന്റിക്ക് വേണു, സെക്രട്ടറിക്ക് വേണു, മുദരിസിക്ക് വേണു, ഖതീബുക്ക് വേണു, തങ്ങക്ക് വേണു, മുത്താലിമിക്ക് വേണു. എല്ലാവർക്കും ഓരോരോ ഉത്തരവാദിത്തം. നാണ് എന്തില്ലാണ്ട് എന്നുള്ള ഒരു ബാധകോ തീരും. ആ ഉത്തരവാദിത്തം നിറവേക്കുന്നത് അതിനെ നിറവേറ്റില്ലെങ്കിൽ അതിനെ സംബന്ധിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല നാളെ കേൾക്കുണ്ടോ ഷഫീഉനാ മുഹമ്മദുർ റസൂലുള്ളാഹി. ഒരു കമ്മിറ്റി നമ്മൾ കമ്മിറ്റിയിൽ ഉദാഹരണം പ്രസിഡന്റ് സെക്രട്ടറി അതൊരു മെമ്പർക്ക് പോലും അവന് മെമ്പർ ആയാൽ പിന്നെ അവനക്ക് ഒരു ഉത്തരവാദിത്വം ഉണ്ട്. അവനൊരു മീറ്റിംഗ് ബെർത്തേക്ക് തപ്പാട്ടിയ മീറ്റിംഗ് വരാൻ തെറ്റി അല്ലാഹു തആല കൊണ്ടോട്ട് കേൾക്കണം. കാരണം അവനൊരു മെമ്പർഷിപ്പ് ഏറ്റെടുത്തിട്ട് അവനൊരു മീറ്റിംഗ് വന്നില്ലെങ്കിൽ അവനൊരു സ്വഭാഗന്ധമല്ല. അവനെ സംബന്ധിച്ച് അല്ലാഹു കേൾക്കും കുല്ലുക്കും റായി വകുല്ലുക്കും മസ്ഊലുൻ അൻ റഹിയതി. ജമാഅത്തിൽ വെച്ച് ഇത്തരല്ല ആൽമാർ നിന്റെ ആർസ് പാട്ടിട്ട് നിന്റെ കയ്യിൽ അധികാരം തന്നിട്ട് നീ അങ്ങനെ വഞ്ചനാക്കിയോണ്ടുള്ള അത് വലിയ ഒരു ശത്രുവായിട്ട് കിട്ടി. അപ്പൊ നിന്റെ ബാധ്യത നീ ഒരു മെമ്പർ ആയെങ്കിലും നീ മീറ്റിംഗ് പറഞ്ഞു. മീറ്റിംഗ് വേണ്ട ചിലരായി വൃത്തഭിഷേകം ഒന്നില്ല. ചില പക്ക മീറ്റിംഗ് എങ്ങനെ വേണ്ട ഒത്തുട്ട ഒന്നുക തപ്പാട്ട് ജണ്ടുക തപ്പാട്ട് മൂന്നാമത്തേക്ക് വന്നിട്ട് കൂട്ടി എന്തിരെ പറത്തിട്ടുണ്ട് ഉള്ളതേ കലക്കും ഓണ് ഉള്ളതേ അവിടെ വന്നിട്ട് കലക്കടെ ഗലാട്ടാക്കടെ. ഇതിന്റെ വിഷയത്തിലല്ല വേറെ വിഷയം ഉണക്കില്ലേ. പല്ലിലെ പുരോഗതി എങ്ങനെ, പല്ലില് എന്തിനായിട്ട്, അവിടുത്തെ അവസ്ഥ എന്തിനായിട്ട്, കണക്കെന്തിനായിട്ട്, ഇത് നോക്കുന്ന വിഷയം. ഈ രൂപത്തിലുള്ള ചില രായത്തല്ല ഉള്ളു. കാരണം പല രായത്തും മാസഭ പോയിട്ടല്ല ഞാൻ കണ്ടോണ്ടുള്ള. അപ്പൊ കുല്ലുക്കും റായി കുല്ലുക്കും മസ്ഊലുൻ അൻ റഹിയതി. മനുഷ്യന്മാർക്കെല്ലാം വലിയ ഉത്തരവാദിത്തം ഉണ്ട്. ആ ഉത്തരവാദിത്തം പാലിക്കണോ. എവിടത്തോളം ചെന്നെങ്കിൽ മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു നിലവിളിച്ച് കരഞ്ഞില്ലേ? കടലിലെ അറുകള് വണ്ടക ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്കു ആ വണ്ടകത്തെ കാലിങ്ങനെ താന്നോണ്ടിത്ത് കടൽകാർക്ക് ഏത് പ്രധാനമന്ത്രി വന്നെങ്കിലും ഏത് മിനിസ്റ്റർ വന്നെങ്കിലും കടൽക്ക് ഇന്റർലോക്ക് ഇടക്ക് സാധ്യല്ല ഉണ്ടാ? എവിടെയെങ്കിലും ഏത് വലിയ രാജ്യത്തില് കടൽക്ക് ഇന്റർലോക്ക് ഇട്ടതുണ്ടോ എവിടെയെങ്കിലും? ഇല്ല, അത് ബിൽക്കുൾ സാധ്യമല്ല. ആയെങ്കിലും ബഹുമാനപ്പെട്ട സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു മഹാനവർകള് ഈ കടൽക്കരയില് ഈ കുതിര ഇങ്ങനെ നടക്കുമ്പോ കുതിരക്ക് ഫാസ്റ്റ് ഓടുകയില്ല. കാരണം കടലുള്ള പൊയ്യുടെ കാരണത്തില് കാലിങ്ങനെ താന്നോണ്ടിക്കുമ്പോ മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പുൽപ്പിട്ടോണ്ടുണ്ടു. എന്തിനെ കൊണ്ടുണ്ട അല്ലാഹ് നിന്റെ ഭരണ സമയത്ത് നാന് അധികാരത്തിൽ വന്ന സമയത്ത് അല്ലാ ഈ ഒട്ടക ഇങ്ങനെ ഭൂമിയിൽ നടക്കുമ്പോ കാലിങ്ങനെ താഴ്ന്ന രംഗ കാണുമ്പോ നാണ് പേടിച്ചു പോണ്ട. അല്ലാ ഉമറേ അത് പരിഹാരം കാണാത്തതെന്തേണ്ടി യജമാനായ റബ്ബ് നണ്ടൊട്ട കേക്കു മുഅ്മിനീങ്ങളെ
എല്ലാരും വലിയ ഉത്തരവാദിത്തം ഇന്നങ്ങാണ്. പെഞ്ഞായിക്ക് ഉത്തരവാദിത്തമുണ്ടു. പെഞ്ഞായിയുടെ ഉത്തരവാദിത്തം എന്തിനെ ഉമ്മമാരെ മനസ്സിലാക്കണോ? അൽ മർഹതു റാഹിയത്തുൻ ഫീ ബൈതി സൗജിഹാ. പെണ്ണതാ പഞ്ചായത്തിലെ മെമ്പറല്ല, പഞ്ചായത്തിലെ പ്രസിഡന്റ് അല്ല, അല്ല എവിടെങ്കിലും വോട്ട് നിൽക്കണോണ്ടല്ല, അല്ല എവിടെങ്കിലും സ്റ്റേജിൽ പത്തിട്ട് പ്രസംഗിക്കണോണ്ടല്ല, അല്ല എവിടെങ്കിലും സിന്ദാബാദ് വിളിക്കണോണ്ടല്ല. അത് പെണ്ണുകുള്ള അധികാരല്ല. അതുകല്ല അല്ലാഹു തആല ആണിങ്ങളെ പഠിച്ചിരി. ആ ശക്തി അല്ലാഹു ആണിങ്ങൾക്ക് കൊടുത്തുരു. അതുകൊണ്ട് ഞാൻ ചെന്നോണ്ടുള്ളത് പെണ്ണിടെ അധികാരം എത്രയും കൊത്തുണ്ട. അൽ മർഹതു റായിയത്തുൻ ഫീ ബൈതി സൗജിയാ. പുതിയാപ്പിളുടെ ഔത്തുടെ പ്രധാനമന്ത്രിയായിട്ട് പെണ്ണിങ്ങ പ്രധാനമന്ത്രി ചൊല്ലുമ്പോ പുതിയാപ്പിളുടെ ഔത്തുലു സുബ്ഹാനല്ലാഹ്. നിന്റെ മക്ക എങ്ങനെ വേണോ, നിന്റെ മാമിനെ നീ എങ്ങനെ സ്വീകരിക്കണോ, നിന്റെ കാക്കടെ നീ എങ്ങനെ സ്വീകരിക്കണോ, നീ പുതിയാപ്പിളുടെ ഔത്തില് ഏത് നിലക്ക് സെറ്റപ്പായി വീക്കണോ, ഇതെല്ലാം നിന്റെ ഉത്തരവാദിത്തായിട്ട് കിട്. പോരായോടത്തോളം നിന്റെ ഉത്തരവാദിത്വം ചെന്നെങ്കിൽ നിന്റെ ഏറ്റവും അങ്ങേറ്റം സ്വീകരിക്കടേ. നിന്റെ പുതിയാപ്പള നിന്റെ ഔത്തുക വരുമ്പോ എല്ലാ സെറ്റപ്പ് നീ റെഡിയായിക്കണോ. എവിടത്തോളം മുഅ്മിനീങ്ങളെ നീ കിടക്കിട ബെഡില്ലേ, നിന്റെ ഔത്തിലുള്ള കിടക്കിട ബെഡ്റൂമില്ലേ, നിന്റെ മനസ്സിൽ വേണോ നാളെ നക്കൊരു പുതിയാപ്പിള ഉണ്ടു, നക്കൊരു മാപ്പിള ഉണ്ടു. പല ഭാഗത്തും ആ മാപ്പിള പോയോണ്ടുണ്ടു. എത്രമാ പെൺമക്കളെ അയാൾ കണ്ടോണ്ടുണ്ടു. നന്റെക്കാൽ വലിയ വലിയ ചന്ത ഉള്ള പെൺമക്കളെ അയാൾക്ക് കാണുക കിട്ടര്. പക്ഷേ അയാള് ആഗ്രഹിച്ചിട്ട് നിക്കാഹ് ചെയ്ത് വന്ന ആളായിട്ട് കിടന്നാണ്. ആ മാപ്പിളയുടെ എല്ലാ നിലക്ക് പൊരുത്തപ്പെടുന്നത്, തൃപ്തിപ്പെടുത്തരുത്. അത് നിന്റെ ഭാഗ്യത, നിന്റെ ബാധ്യതയായിട്ട് കിട് എന്ന് മനസ്സിലാക്കിയിട്ട് മോനെ എവിടത്തോളം ചെന്നെങ്കിൽ ഒരു ബല്യാസ ജാവൂ അണ്ടൊരു മാപ്പിളും പെണ്ണും ബന്ധപ്പെടലി സുന്നത്തായിട്ട് കിടല്ലേ. നീ നല്ല ഒരുക്കത്തിൽ വേണം. ഞാൻ ഇത് ഉദാഹരണം ചെന്നോണ്ടുള്ളത്. ഇങ്ങനെയുള്ള എത്ര വിഷയങ്ങള് നീ ബാധ്യത പാലിക്കണോ. ഇത് ഞാൻ ഉദാഹരണത്തിന് ചെല്ലത് എവിടത്തോളം ചെന്നെങ്കിൽ സ്വഹാബത്തിലൊട്ട സ്വഹാബ് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളൊട്ട കംപ്ലൈന്റ് വന്നപ്പോ സ്വഹാബത്ത് തുറന്നു ചെന്നതല്ലേ. എന്തിനെ കൊണ്ടുണ്ടാ മഹാനായ സയ്യിദുനാ സഫ്വാൻ ഇബ്നു മുഅത്തൽ റളിയല്ലാഹു അൻഹു, ആ മഹാന്റെ ഭാര്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളൊട്ട വന്നിട്ട് കംപ്ലൈന്റ് ആക്കിടി. എന്തിനെ കംപ്ലൈന്റ് കൊണ്ടുണ്ടാ? യാ റസൂലല്ലാഹ് ഇന്ന സഫ്വാൻ ഇദാ സല്ലൈതു യളിരിബുനി. ഏ നബിയേ, നന്റെ മാപ്പിള സഫ്വാൻ ഉണ്ടല്ലേ, ഞാൻ നിസ്കരിച്ചെങ്കിൽ നന്റെ അടിക്കിടി. വൈദാ സുംതു യുഫത്തിറുനി, ഞാൻ നോമ്പ് നോക്കിയെങ്കിൽ നന്റെ നോമ്പിടെ മുറിപ്പാട്ടര്. കംപ്ലൈന്റ് വന്നപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് തആല സഫ്വാൻ, സഫ്വാനെ നീ ഇങ്ങോട്ട് വരൂ, നിങ്ങളെ പെഞ്ഞായി നണ്ടൊട്ട കംപ്ലൈന്റ് ചെന്നര്. അപ്പളായിട്ട് കിട് സഫ്വാൻ തൊട്ട് കേക്കിടത്, യാ സഫ്വാൻ നിങ്ങളെ പെഞ്ഞായി നിസ്കരിക്കുമ്പോ നിങ്ങ അടിക്കിടാറ് എന്തിലേക്ക് പെൺമായിട്ട്? അപ്പളായിട്ട് കിട് മഹാനായ സഫ്വാന് ചെല്ലത്, നബിയേ നന്റെ പെഞ്ഞായി ചെന്നത് ശരിയായിട്ട് കിട്. എന്ത കാരണം കൊണ്ടുണ്ടാ? നന്റെ പെഞ്ഞായി പ്രഭാത സമയത്ത് നിസ്കാരത്തിന് കൈകെട്ടിയെങ്കിൽ വലിയ വലിയ സൂറത്ത് ഓതുര സ്വഭാവ നന്റെ പെഞ്ഞായി കൊണ്ടു. നക്ക് ചെറിയ ചെറിയ മക്ക ഉള്ളാറ് അങ്ങ സുബൈ നേരത്ത് പൈച്ചിട്ട് ഉൾപ്പിടരംഗ കണ്ടോണ്ടുണ്ടു. നന്റെ പെഞ്ഞായി നിസ്കാരത്തിൽ വലിയ സൂറത്ത് ഓതരോട് പതിവ് അതിരെ നിപ്പാട്ടുകായി നാൻ അടിച്ചിര നബിയേ. നബിയേ
ನಾನು നോമ്പ് നോക്കിയപ്പോ ನನ್ನ നോമ്പിടെ എന്തിലേക്ക് മുറിച്ചിരകൊണ്ടുണ്ടാ യാ റസൂലല്ലാഹ് അന റജുലുൻ ശാബി ഞാൻ ആരോഗ്യമുള്ള ഒരു ബാലക്കാരായിട്ടിക്കിടി ನಾನು ಆರೋಗ್ಯമുള്ള ഒരു ബാലക്കാരായിട്ടിക്കിടി നന്റെ ആരോഗ്യ നന്റെ എല്ലാ ആഗ്രഹ തീർക്കോകുള്ളത് അത് നന്റെ പെഞ്ഞായിട്ടിക്കിടല്ലേ നന്റെ പെഞ്ഞായിയുടെ സ്വഭാവം എന്തൊരു ഒരു സുന്നത്ത് നോമ്പും കൂടില്ല എല്ലാ നാളും സുന്നത്ത് നോമ്പ് പിടിക്കിടി അതുകൊണ്ട് ഞാൻ നന്റെ പെഞ്ഞായിയുടെ നോമ്പിടുന്നാണ് മുറിപ്പാട്ടിരെ നബിയെ അപ്പളായിട്ട് കിട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ ആ പെണ്ണുങ്ങളെ വിളിച്ചിട്ട് ചെന്നത് പെണ്ണേ നിന്റെ മാപ്പിളുടെ അനുമതി ഇല്ലാണ്ട് നിക്ക് വലിയ സൂറത്ത് പോതോകില്ല നിക്ക് സുന്നത്ത് നോമ്പ് പിടിക്കോകില്ല ഇത് ഞാൻ ചെന്നോണ്ടുള്ളത് ഒരു ചെറിയ വിഷയമായിട്ട് കിട ഉമ്മമാരി അൽ മർഹതു റാഹിയതുൻ ഫീ ബൈതി സൗജിഹാ എത്രമാ വിഷയത്തിൽ നമുക്ക് പൽക്ക പ്രയോഗമുണ്ടു ഇന്ന് മാനസികമായിട്ട് തളർന്നോണ്ടുള്ളവര് സുബ്ഹാനല്ലാഹ് മങ്ങിലായിട്ട് ആരോഗ്യമുള്ള സമയത്ത് നിഅമത്തുള്ള സമയത്ത് മാത്ര മാപ്പിളയുടെ പരിഗണിക്കട എത്രമാ പെണ്ണിങ്ങ സുബ്ഹാനല്ലാഹ് പിന്നെ നിങ്ങളെ കണക്കിൽ വയ്ക്കാണ്ട് മുഅ്മിനീങ്ങളെ നിങ്ങൾ ഒന്ന് പോകണോ എവിടെ അജ്മീർക്ക് പോറു അല്ലെങ്കിൽ വലിയ വലിയ മഹാന്മാരെ ദർബാർക്ക് പോറു അവിടെ ഒരുപാട് ആൽമാര് അവിടെ ഒരു മുസാഫിറായിട്ട് ജീവിക്കിടാറ് അങ്ക് സൊറയില്ലേണ്ടല്ല അങ്ക് ജോലി ഇല്ലേണ്ടല്ല അങ്ങ് റായപുട്ടതിന് ചില കാരണങ്ങൾ ചെന്നത് സുബ്ഹാനല്ലാഹ് നന്റെ പെഞ്ഞായി അവളെ മക്ക ബില്യാമെന്നാണ് വേണ്ട അവളെ മക്ക ബില്യാമത്തൂന്നാണ് വേണ്ട നന്റെ പരിഗണിക്കില്ല നന്റെ കണക്കില് വയ്ക്കില്ല നന്റെ കൂട്ടമാക്കില്ല പിന്നെ നാണ് മരിക്കത്തോളം ഒരു പക്കത്തിൽ ജീവിക്കണോ എന്ന നിലക്കായിട്ട് കീട് ഈ മഹാന്മാരെ കാലടിയിലേക്ക് വന്നത് ഇത് ഒന്നല്ല നൂറുകണക്കിന് മുഅ്മിനീങ്ങളെ എവിടത്തോളം ചെന്ന് ഞങ്ങളെ പരിസരത്ത് എത്ര മഹാന്മാരുള്ളവര് ഈ പാവപ്പെട്ട തന്റെ കംപ്ലൈന്റ് വന്നു ചെന്നത് അങ്ങ് ആരോഗ്യമില്ലല്ല വയസ്സായിട്ടല്ല സുബ്ഹാനല്ലാഹ് ഇന്റെ ഒരു പേഷനായി പോയിട്ട് മോഡലായി പോയിട്ട് അതുകൊണ്ട് ഞാൻ ചെന്നോണ്ടുള്ളത് നിങ്ങളെ മാപ്പിളയുടെ നിങ്ങൾ സ്വീകരിക്കുന്നത് നിങ്ങളെ മാപ്പിളയുടെ ബഹുമാനിക്കുന്നത് അത് നിങ്ങളെ ഉത്തരവാദിത്തമായിട്ട് കിട് അതിനെ സംബന്ധിച്ച് അള്ളാഹു ചോദിക്കും അള്ളാഹു ഞങ്ങളെല്ലാരെയും യഥാർത്ഥ മുഅ്മിനീങ്ങളിൽ അള്ളാഹു അള്ളാഹു യഥാർത്ഥ മുഅ്മിനീങ്ങളിൽ ഞങ്ങളെല്ലാരെയും ഉൾപ്പെടുത്തി തരുമാറാകട്ടെ ഇൻഷാ അല്ലാഹ് അതുകൊണ്ട് നിങ്ങൾ ദുആർക്ക് പോണ്ടു ചെമ്മആൽമാർ പല വിഷയത്തിലും ദുആർക്ക് വസിയത്താക്കി ഉള്ളാറ് പലരും ദുആർക്ക് ഏൽപ്പിച്ചങ്ങ ഉള്ളാറ് അള്ളാഹു ഞങ്ങളെല്ലാരെയും ഉദ്ദേശം അള്ളാഹു ഹാസിലാക്കി തരുമാറാകട്ടെ